ഹലോ, നിങ്ങൾ പിമ്പിൾസിന് അടിമപ്പെട്ടിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ മുന്നോട്ട് പറയാൻ പോകുന്ന 5 മിസ്റ്റേക്സിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ ഡെയിലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണുക, അതിലേത് മിസ്റ്റേക്സ് ആണ് നിങ്ങൾ ഡെയിലി ചെയ്യുന്നതെന്നുള്ളത് കണ്ടുപിടിക്കുക. ഒരുപാട് ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുക്ക പോവാതെയും പൈസ ചിലവാക്കാതെയും പിമ്പിൾസിൽ നിന്ന് നമുക്ക് മുക്തി നേടാം. ഒന്നാമത്തെ പോയിന്റ്, നമ്മളെപ്പോഴും ഉറങ്ങുന്ന സമയത്ത് ഒരു പില്ലോ യൂസ് ചെയ്യല്ലേ. ആ പില്ലോ നമ്മളെപ്പോഴും ഒരു പില്ലോ കവർ വെച്ച് കവർ ചെയ്തിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സൈഡിൽ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, നമ്മളെപ്പോഴും കുളിക്കുന്ന സമയത്ത് കുളിച്ച് കഴിഞ്ഞിട്ട് ഒരു ടവൽ യൂസ് ചെയ്യല്ലേ. അപ്പോൾ ആ ടവൽ നമ്മുടെ ബോഡിയും ഹെഡിലും എല്ലാം വേണ്ടിയിട്ട് ഒരു കോമൺ ആയിട്ട് ഒരു ടവലായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ, നമ്മുടെ പില്ലോ കവർ ആണെങ്കിലും നമ്മുടെ ടവലാണെങ്കിലും, നമ്മൾ എത്ര ദിവസം കൂടുമ്പോഴാണ് എടുത്തിട്ട് വാഷ് ചെയ്യാറുള്ളത് എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു 1 മന്ത് വരെയൊക്കെ എന്തായാലും പോകുന്നുണ്ടാവും അല്ലേ. 1 മന്ത് അല്ലെ 1.5 മന്ത്സ് 2 മന്ത്സ് വരെയൊക്കെ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അത് ഏറ്റവും വലിയൊരു തെറ്റായിട്ട് വരുന്നൊരു കാര്യമാണ്. പിമ്പിൾസ് വരാൻ വേണ്ടിയിട്ട് വേറെ എവിടെയും പോകണ്ട നമ്മൾ. അപ്പോൾ ഈ ഒരു പില്ലോ കവറാണെങ്കിലും ടവലാണെങ്കിലും ഒരു 2 വീക്സ് മാക്സിമം 1.5 വീക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എടുത്ത് കഴുകാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. അങ്ങനെയല്ല, നിങ്ങളിപ്പോൾ ടവൽ യൂസ് ചെയ്യുന്ന സമയത്ത് കുളിച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന ടവൽ നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യാതിരിക്കുക. അറ്റ്ലീസ്റ്റ് ഫേസ് ടവലായിട്ട് വേറെ തന്നെ ഒരു ടവല് മാറ്റി വെക്കാനും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്നൊരു രീതിയായിരിക്കും. രണ്ടാമത്തെ പോയിന്റ് വന്നിട്ട്, രാത്രി ഉറങ്ങുന്നെടുക്കുന്ന ഞാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. രാത്രി നമ്മൾ കിടന്നിട്ട് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എത്ര അവേഴ്സാണ് ഉറങ്ങുന്നത് എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കുക. എത്ര മണിക്ക് കിടന്നിട്ട് എത്ര മണിക്കാണ് നമ്മൾ എഴുന്നേക്കുന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ചിട്ട് അതൊരു മിനിമം 7 അവേഴ്സിൽ എത്തുന്നുണ്ടെങ്കിൽ അതാണ് ഒരു ഇനഫ് സ്ലീപ്പ്, നമുക്കൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്ലീപ്പ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് അതിൽ നിന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു 6 to 7 അവേഴ്സ് സ്ലീപ്പ് നിങ്ങൾ എന്തായാലും കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഒന്നാമത്തെ റീസൺ ഇത്. അപ്പോൾ ആ ഉറക്ക് കിട്ടുന്നില്ല എന്നാണെങ്കിൽ പിമ്പിൾ വരാനുള്ള ഒരു റീസൺ അതാണ്. അതിൻ്റെ കൂടെ ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ള അടുത്ത കാര്യം ഞാൻ പറയാം. ഉറങ്ങി എഴുന്നേറ്റ് നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും അല്ലേ. സ്കൂളിലേക്കാവാം, കോളേജിലേക്കാവാം, ജോലിക്കാവാം, ഷോപ്പിങ്ങിനാവാം, പല രീതിയിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും അല്ലേ. ആ സമയത്ത് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടാണോ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ നമ്മൾ മിക്കവാറും മടിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് സൺ എക്സ്പോഷർ നമ്മുടെ സ്കിന്നിലേക്ക് ഒരുപാട് വരുന്ന സമയത്ത് അവിടെയും പിമ്പിൾസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഒരു 7 അവേഴ്സ് സ്ലീപ്പ് എടുക്കുക എന്നുള്ളതും സൺ എക്സ്പോഷറിലേക്ക് പോകുന്ന സമയത്ത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് ഇറങ്ങുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമത്തെ പോയിന്റ്, നമ്മളെല്ലാവരും മേക്കപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവരല്ലേ. അപ്പോൾ മേക്കപ്പ് നമ്മൾ മിക്കവാറും ഡെയിലി എന്നുള്ള രീതിയിൽ തന്നെ ചെറുതായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മേക്കപ്പ് ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. ഒന്നിക്കൽ മേക്കപ്പ് ബ്രഷ് ആവാം, അല്ലെങ്കിൽ മേക്കപ്പ് സ്പോഞ്ച് ആവാം, എന്ത് വേണമെങ്കിൽ ആവാം, ബ്ലെൻഡേഴ്സ് ആവാം. ഏത് രീതിയിലും നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ അല്ലേ. അത് നമ്മുടെ സ്കിന്നുമായിട്ട് ഡെയിലി കോണ്ടാക്റ്റിൽ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴാണ് എടുത്തിട്ട് വാഷ് ചെയ്യാറ് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത് വാഷ് ചെയ്യാതെ നിങ്ങൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് 1 ഇയർ 2 ഇയർ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പിമ്പിൾസ് നിങ്ങളെ വിട്ടുമാറാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ അതെപ്പോഴും ഒരു 2 വീക്സ് ഒക്കെ കൂടുമ്പോൾ ഈ ഒരു മേക്കപ്പ് ബ്രഷും മേക്കപ്പ് സ്പോഞ്ച് ആണെങ്കിലും ബ്ലെൻഡേഴ്സ് ആണെങ്കിലും എന്താണെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം. മേക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മേക്കപ്പ് തന്നെയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത് എന്തായാലും നോക്കിയിട്ടുണ്ടാവണം. നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണെങ്കിൽ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള മേക്കപ്പ് അതിന് കണക്കായിട്ട് വരുന്നുണ്ട്, അത് മാത്രം യൂസ് ചെയ്യുക. ഓയിലി സ്കിൻ ആണെങ്കിൽ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ ഒരുപാട് ഓയിലി ആയിട്ടുള്ള മേക്കപ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മേക്കപ്സ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ ബ്ലെൻഡേഴ്സും ബ്രഷൊക്കെ വാഷ് ചെയ്തിട്ടും ക്ലെൻസ് ചെയ്തിട്ടും യൂസ് ചെയ്യുക. അതുപോലെ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മേക്കപ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നാലാമത്തെ നമ്മുടെ പോയിന്റ് വന്നിട്ട്, നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കൈകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ. കൈകൾ എപ്പോഴും പല രീതിയിൽ പല കാര്യങ്ങൾ ടച്ച് ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലേ. അപ്പോൾ ഈ കൈകളിൽ ഉണ്ടാവുന്ന ജേംസ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൈ വാഷ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും കയ്യിൽ ജേംസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കൈ വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഖത്ത് അങ്ങനെ ഇങ്ങനെയും തൊടുന്ന ആൾക്കാരാണ് എന്നാണെങ്കിൽ പിമ്പിൾസ് നിങ്ങളെ വിട്ടുമാറില്ല. കാരണം കയ്യിലുള്ള ജേംസ് ഒക്കെ ഫേസിലേക്ക് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൈകൾ ഫേസിലേക്ക് ഒരു രീതിയിലും കൊണ്ടുപോകാതെ, മീൻസ് നമ്മുടെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുപോകാന്നല്ലാതെ വേറെ ഒരു രീതിയിൽ അനാവശ്യമായിട്ട് നമ്മുടെ ഫേസിലേക്ക് കൈകളോ ഫിംഗേഴ്സോ കൊണ്ടുപോകാതെ നിൽക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക.
അഞ്ചാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന സാധനങ്ങളെ ഒന്ന് മൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഫുഡാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി ഒരു ദിവസം കഴിക്കുന്ന ഫുഡിൽ എത്രമാത്രം ഷുഗർ കണ്ടന്റ് കയറുന്നു എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. റിഫൈൻഡ് ഷുഗറിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നാച്ചുറൽ ഷുഗേഴ്സിന് പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സിലൊക്കെയുള്ള ഫ്രൂട്ട്സ് നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഷുഗർ ആഡ് ചെയ്തിട്ട് വരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പം ഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അതിൽ നാച്ചുറൽ ഷുഗറാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഷുഗേഴ്സിനെ കുറിച്ചല്ല പറയുന്നത്. റിഫൈൻഡ് ഷുഗേഴ്സ്, നമ്മളെ പഞ്ചസാരയുടെ അളവ്, നമ്മൾ ഉള്ളിലേക്ക് ഒരു ദിവസം എത്ര പഞ്ചസാര എടുക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു പോയിന്റായിട്ട് ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഡയറി പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ നമ്മൾ മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എത്രമാത്രം കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ പോയിന്റായിട്ട് നിൽക്കുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് വന്നിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഷുഗറിൻ്റെ ആ ഒരു ഇൻടേക്ക് നമ്മൾ ഉള്ളിലേക്ക് കൺസ്യൂം ചെയ്യുന്നത് നന്നായിട്ട് കുറക്കുക. റിഫൈൻഡ് ഷുഗേഴ്സിൻ്റെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നത് നന്നായിട്ട് കുറച്ചാൽ തന്നെ നമ്മുടെ വെയിറ്റ് ഗെയിനിങ് പോലും നന്നായിട്ട് കുറയും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ നന്നായിട്ട് വരാനും പിമ്പിൾസൊക്കെ വളരെ റെഡ്യൂസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും. ചിലപ്പോൾ ചിലവരുടെ ഈ റിഫൈൻഡ് ഷുഗേഴ്സ് യൂസ് ചെയ്യുന്ന കാരണം തന്നെ ഫുൾ പിമ്പിളും വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് മൊത്തമായിട്ട് പോകാൻ വേണ്ടിയിട്ട് വരെ ഹെൽപ്പ് ചെയ്തേക്കാം. അതൊന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത് ഡയറി പ്രൊഡക്ട്സ്. ചിലവർക്ക് ഡയറി പ്രൊഡക്ട്സ് ലാക്ടോസ് ഇൻടോളറൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അത് കാരണം പിമ്പിൾസ് വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതൊന്ന് മൈൻഡ് ചെയ്യുക. അതൊന്ന് എടുത്ത് കളഞ്ഞിട്ട് നോക്കുക നിങ്ങളുടെ പിമ്പിൾസിന് എത്രമാത്രം മാറ്റം വരുന്നുണ്ട് എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നോർമലി ഡോക്ടേഴ്സൊക്കെ പറയുന്നത് ഒരു ദിവസം 8 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പക്ഷെങ്കിൽ 8 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ചില ബോഡിക്കൊന്നും ചിലപ്പോൾ അത്ര വെള്ളം വേണ്ടി വരില്ല. നമുക്ക് ദാഹം തോന്നാത്ത രീതിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൻ്റെ സിപ്പ് എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ദാഹിച്ചിട്ട് മാത്രം വെള്ളം കുടിക്കുന്നതാണ് അൺഹെൽത്തി ആയിട്ടുള്ള സംഭവം. അപ്പം നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന വെള്ളം എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കിയാലും മനസ്സിലാവും. ഇപ്പം ഒരു 3 ലിറ്റർ ബോട്ടിൽ നിങ്ങൾ വെള്ളം ഒരു ദിവസം ഫുള്ളായിട്ട് നിറച്ചിട്ട് ദാഹം വരാത്ത രീതിയിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചിട്ട് നോക്കുക. ആ രാത്രി ആകുമ്പോഴത്തേക്ക് എത്ര വെള്ളമാണ് നിങ്ങളുടെ ഇതിൽ കഴിയുന്നതെന്നുള്ളത്. അപ്പോൾ അത്ര വെള്ളമാണ് നിങ്ങൾക്ക് ഒരു ദിവസം ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതൊന്ന് കൺസിഡർ ചെയ്തിട്ട് വെള്ളം ഡീഹൈഡ്രേഷൻ ആവാതെ നമ്മുടെ ബോഡീനെ സൂക്ഷിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നമ്മുടെ അഞ്ചാമത്തെ പോയിന്റാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 5 തെറ്റുകൾ, 5 പോയിന്റ്സിൽ ഏതൊക്കെ പോയിന്റ്സ് ആണ് നിങ്ങൾ ഡെയിലി ചെയ്യാറുള്ളത് എന്നുള്ളത് ഈ ഫുൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ തെറ്റുകൾ മുന്നോട്ടേക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ പിമ്പിൾസിൽ മാറ്റം ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുക. ഒരു ചേഞ്ചും ഇല്ല എന്നാണെങ്കിൽ പിന്നെ വരുന്ന കാര്യം 6ാമത്തെ പോയിന്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അത് നമ്മുടെ കയ്യിലില്ലാത്ത, നമ്മുടെ സൈഡിൽ നിന്ന് വരുന്ന തെറ്റല്ല കേട്ടോ. അത് പറയുന്നത് ഹോർമോണൽ ഇഷ്യൂസ് കാരണം വരുന്നതാണ്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടേ പറ്റുള്ളൂ. ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ഹോർമോണൽ ടെസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് എന്താ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉള്ളത് ഒന്ന് നോക്കിയിട്ട് അതിന് കണക്കായിട്ടുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ എടുക്കുക. അതിന് മുന്നേ, ആ ഹോർമോൺ ടെസ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഈ 5 പോയിന്റ്സ് നിങ്ങൾ എല്ലാം ഒന്ന് കൺസിഡർ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള മുന്നോട്ടേക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റ.